ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം. വളരെ രുചികരമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂന്തളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഒരു കൂന്തൾ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്, മുഴുവനായിട്ടില്ല. ഇനി നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ മസാലയിൽ കിടന്നിട്ട് ബാക്കി വെന്തോളും. കാരണം കൂന്തളൊന്നും ഒരുപാട് സമയത്ത് വേവിക്കാൻ പാടില്ല, അപ്പോൾ അത് റബ്ബർ പോലെയാവും. സോ നമുക്കിനി അത് റോസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ ഇനി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടാണ് വേവിച്ചെടുത്തത്, അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇത് പച്ചമണം മാറുന്ന വരെ, നോർമലി നമ്മളെല്ലാ റോസ്റ്റും ചെയ്യുന്ന മാതിരി പച്ചമണം മാറുന്ന വരെ നല്ല പോലെ വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ മസാലയൊക്കെ പച്ചമണം മാറി തുടങ്ങി. ഇപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഒരു ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ ഇതിൽ നല്ല പോലെ മെൽറ്റായിട്ട് യോജിക്കുന്നത് വരെ നല്ല പോലെ വഴറ്റിയെടുക്കുക. ഈ വഴറ്റുന്നതിലാണ് നമ്മുടെ എന്താ പറയുക റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാ ടൊമാറ്റോ ഒക്കെ നല്ല പോലെ മെൽറ്റായി അതിൻ്റെ കൂടെ യോജിച്ച് വന്നിട്ടുണ്ട്. അതേപോലെ കിട്ടണം നമുക്ക്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കുക. 1/4 ഭാഗമേ വെന്തിട്ടുള്ളൂ കൂന്തൽ. അപ്പോൾ ബാക്കി ഇതിൽ കിടന്നിട്ട് ഈ മസാലയിൽ കിടന്ന് വെന്ത് കിട്ടും. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ്സ് ഒക്കെ മതിയാവും. അതിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് നല്ല പുരണ്ടിരിക്കുന്ന രൂപത്തിൽ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നമ്മുടെ റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡിയായി തുടങ്ങി. ഇതാ ഇപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നാലും ഒരു ടീസ്പൂൺ കൂടെ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലൊന്ന് ചേർത്ത് കൊടുക്കുക. അതൊരു പ്രത്യേക രുചി കൊടുക്കും നമ്മുടെ കൂന്തൽ റോസ്റ്റിന്. ഗരം മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പെരിഞ്ജീരകം മാത്രം ചേർത്തിട്ട് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഞാനൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. നല്ല രുചികരമായിട്ടുള്ള കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല മസാലയൊക്കെ പുരണ്ട് നല്ല ടേസ്റ്റിയാണിത്. നിങ്ങൾ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക.
അപ്പോൾ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.